ഒരു എൽ ജി ഇൻവെർട്ടർ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ PCB ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ബോർഡ് കിട്ടിയാൽ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാ ഇതിൻ്റെ ഈ പിന്ന് ആണ് ഇതിൻ്റെ 230 വോൾട്ട് കൊടുക്കുന്നത്. ഇത് ന്യൂട്രൽ ഫേസ് ലൈന് ഓർ ന്യൂട്രൽ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ UVW അതായത് കംപ്രസറിലേക്ക് പോകുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതതിൻ്റെ OLP ആണ്. ഇത് ഇങ്ങേ ഭാഗത്ത് വരുന്നത് എർത്തും ഇങ്ങേ ഭാഗത്ത് രണ്ടെണ്ണം വരുന്നത് OLP. അത് OLP രണ്ടും ഒന്ന് ഷോർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒരു ജാക്കിൽ ന്യൂട്രൽ ഫേസ് നമ്മൾ പാരലായിട്ട് കണക്ഷൻ കൊടുത്ത് ഇവിടെ സ്റ്റാൻഡ് ബൈയിൽ വെക്കുക. അതായത് ഇതിപ്പോൾ നേരിട്ട് കണക്ഷൻ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഡിലേ ടൈം. അവസാനത്ത് ഇത് നമ്മൾ സ്റ്റാൻഡ് ബൈയിൽ വെച്ചിട്ട് ഓൺ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ സഡൻ റിസൾട്ട് കിട്ടും. 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്രസർ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ഓൺ ചെയ്യാൻ പോവാം. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു LED ബ്ലിങ്ക് ആവും, ശ്രദ്ധിച്ചാൽ അറിയാം. ഓക്കെ, ബ്ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതേ ഞാൻ ഈ മുമ്പേ പറഞ്ഞ 230 വോൾട്ട് അതായത് തെർമോസ്റ്റാറ്റ് കണക്ഷൻ ഇതിലൊന്ന് കണക്ഷൻ കൊടുക്കാൻ പോവുക. കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ഉടനെ ഇതാ കൃത്യമായിട്ട് 1-2 സെക്കൻഡിനുള്ളിൽ തന്നെ കംപ്രസർ ഓണായി. ആദ്യം സ്ലോ ആയിട്ടും പിന്നെ സ്റ്റെപ്പായിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഫങ്ഷൻസ് എല്ലാം നടക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.